ഇടയ്ക്ക് നമുക്ക് എന്തെന്നില്ലാത്തൊരു മടി വരില്ലേ, അതുപോലെ ഒരു മടി പിടിച്ചതാണ് കേട്ടോ എനിക്കും. അതുകൊണ്ടാണ് കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ചെയ്തു തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വന്നതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു നാടൻ കറിയാണ് കേട്ടോ. നമ്മൾക്ക് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്നൊരു കറി തന്നെയാണ് കേട്ടോ, ചുരക്കും ചെമ്മീനും. പക്ഷെ ഞാനതിൽ കുറച്ച് പരിപ്പും കൂടി ഇടും, കാരണം ആ കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാനെങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന്. ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലയും വാലും നുള്ളിയതിന് ശേഷം നല്ല പോലെ വൃത്തിയായി കഴുകിയെടുക്കണം. അതിൽ നല്ല പോലെ മണ്ണുണ്ടാവും കേട്ടോ. അതിന് ശേഷം നല്ല പോലെ അത് വറുത്തെടുക്കണം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ നമുക്ക് ഒരു കടായിലിട്ടിട്ട് നല്ല പോലെ വറുത്തെടുത്താൽ മതിയേ. അത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പരിപ്പ് നല്ല പോലെ കഴുകിയെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിന് താഴെ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പരിപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പ് ചേർക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്കതൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അത് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം എരിവ് ചേർക്കും. എനിക്ക് കുറച്ച് എരിവുള്ള കറികളാണ് ഇഷ്ടം, അത് കാരണം കൊണ്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതിയേ. കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്ന വരയ്ക്കാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഈ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി ചുരക്കയുണ്ടല്ലോ, ചുരക്ക നന്നാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മാങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ നന്നായിട്ട് വെന്തുടയണതാണ് എനിക്കിഷ്ടം, എന്നാലാണ് അതിലത്തെ പുളി നല്ലപോലെ ഇറങ്ങുള്ളൂല്ലോ കറിയിലേക്ക്, അത് കാരണം കൊണ്ടാണേ. ചുരക്കയുടെ തൊലി ഞാൻ പീലർ വെച്ച് ചെത്തിയെടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടണില്ല. അപ്പം ഞാൻ പിന്നെ അത് കത്തി വെച്ച് തന്നെ ചെത്തിക്കളയാമെന്ന് വിചാരിച്ചേ. ഇതാ ഞാൻ ചുരക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. മാങ്ങ മീഡിയം പീസസ് ആയിട്ടാണ് കേട്ടോ എടുക്കണത്. ഗൗരി അതിനിടയ്ക്ക് മാങ്ങ കഴിച്ചു നോക്കാനായിട്ട് വരുന്നുണ്ട്. ഞാനത് ഒരിക്കൽ ഒമാനി പോയപ്പോൾ അവിടെ നിന്ന് മാങ്ങ കിട്ടിയതാണ്. നല്ല പുളിയുള്ള മാങ്ങ കണ്ടപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അവൾ ഉണ്ണിക്ക് ഒരു സ്മൂതി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ മാങ്ങ ചെത്തിന് കണ്ടപ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട് വന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങ കഴിക്കാനായിട്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല കോൾഡായിരുന്നു കേട്ടോ, അത് കാരണം കൊണ്ട് സൗണ്ടൊക്കെ മാറിയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഒരു വിസിലടിച്ചിട്ട് പരിപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പകുതി വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് ചുരക്കും ചേർത്ത് കൊടുക്കാം, മാങ്ങയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചെമ്മീൻ മുഴുവനോടെ തന്നെ ചേർത്തിട്ട് ബാക്കിയുള്ളത് ഒന്ന് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. പക്ഷെ ഞാനത് ഇന്നിപ്പോൾ ചെയ്യാൻ മറന്നുപോയി. സാധാരണ ഞാനത് ചെയ്യാറുണ്ട് അങ്ങനെ. കുറച്ച് ചെമ്മീൻ ഒന്ന് പൊടിച്ച് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും കറിയിൽ. ഇന്ന് പെട്ടെന്ന് എന്തോ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ മറന്നുപോയതാണേ. എന്നിട്ട് നമുക്ക് അടച്ചിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. എനിക്ക് എരിവ് കൂടുതൽ വേണ്ട കാരണം കൊണ്ടാണ് ഞാൻ 4-5 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നുണ്ടെന്ന് വെച്ചാൽ 1-2 ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം നമുക്ക്. അപ്പോഴത്തേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരിക്കും. വേവിക്കാൻ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ. അത് നിങ്ങൾക്ക് കറിക്ക് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലർക്ക് തിക്കായിട്ടുള്ള കറിയായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കും. എനിക്കിതിൻ്റെ ഇടയിലുള്ളതാണ് കേട്ടോ ഇഷ്ടം. വല്ലാണ്ട് തിക്കും ആവണ്ട, വല്ലാണ്ട് ലൂസും ആവണ്ട, അങ്ങനെയായിട്ടാണ് ഞാൻ എടുക്കാറ്. എന്നാലാണ് എനിക്ക് കറി ചോറിലൊഴിക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടുള്ളൂ ചോറിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത്തിരി കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പണ്ട് വെക്കുമ്പോൾ ഈ പരിപ്പ് ചേർക്കാറില്ല. എനിക്കപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക, ചോറിൽ കറി ഒഴിക്കുമ്പോൾ അങ്ങോട്ട് ഒഴുകി പോണ പോലെയാണ് തോന്നിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് ചേർത്ത് തുടങ്ങിയത്. കറിയിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് മാങ്ങ കിട്ടാനില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൽപ്പുളിയോ പിഴിഞ്ഞൊഴിച്ച് കൊടുത്താലും മതി കേട്ടോ, ആ പുളിക്ക് വേണ്ടിയിട്ട്. മാങ്ങ നമുക്ക് എല്ലാ സീസണിലും കിട്ടിയെന്ന് വരില്ലല്ലോ. മാങ്ങ കിട്ടാത്ത സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കും. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൽപ്പുളി ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അരപ്പ് ചേർത്ത് നല്ലപോലെ കറി ഒന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റാം. പിന്നെ അതിൽ നമുക്ക് വറവിടാം കേട്ടോ. ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ, കുക്കർ കഴുകാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര പാത്രം കഴുകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കുക്കർ കഴുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ സഹായിക്കാൻ വരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ വരുന്ന സമയത്ത് കുക്കറൊക്കെ വേഗം കഴുകാൻ കൊടുക്കും. അതിനുശേഷം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കായിരിക്കും നല്ലത്. കടുക് ചുറ്റുപാടും പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ചുടിയുള്ളൊരു കറി എന്ന് പറയില്ലേ, അങ്ങനെയാണ്. ഇവിടെ മക്കൾക്ക് സാധാരണ നമ്മുടെ നാടൻ കറികളൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇങ്ങനത്തെ കറികളൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മോനൊക്കെ ഈ ഉണക്കച്ചെമ്മീൻ ചേർത്ത കറിയായ കാരണം കൊണ്ട് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ. താങ്ക് യു.